ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നെടുത്ത വീഡിയോ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അത് ഞാൻ ഇട്ടേക്കാമെന്ന് കരുതി. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ. 12-ാം തീയതി എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ ഭയങ്കര ആവേശമാണെങ്കിലും പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇത് ഞാൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. പിന്നെ എൻ്റെ അല്ലുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തതല്ലേ, അപ്പോൾ പിന്നെ അത് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പാട്ടൊക്കെ വെച്ച് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ എണീക്കുമ്പോൾ തന്നെ ആ ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ കേട്ടോണ്ടാണ് എണീച്ചത്. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം അവളുടെ മുഖത്ത് കാണാനില്ലേ. പിന്നെ പിറന്നാളിൻ്റെ ഒരാഴ്ച മുമ്പേ അവൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരാൻ പോവുക, എൻ്റെ ബർത്ത്ഡേ വരാൻ പോവാന്ന് പറഞ്ഞ്. കുട്ടികളെല്ലാവരും അങ്ങനെയായിരിക്കും അല്ലേ. അവർക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണല്ലോ. ഗിഫ്റ്റൊക്കെ അന്ന് എക്സ്ട്രാ കിട്ടുന്നൊക്കെ കൊണ്ട്. അപ്പോൾ അവൾ പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഇതെടുത്ത് വെച്ചതാണ്. ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റൊക്കെ എടുത്ത് പുറത്ത് വെക്കാൻ. അപ്പോൾ അതും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ക്രയോൺസ് അവൾക്ക് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതാണ്. പിന്നെ ചോക്ലേറ്റ് ഞാൻ 3 ഇതാക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് തന്നെ വെച്ചു. ടീച്ചർമാർക്കും ആൻറ്റിമാർക്കും ഉള്ളത് വേറെ തന്നെ, പിന്നെ സ്കൂൾ ബസ്സിലേക്കുള്ളത് വേറെ തന്നെ, പിന്നെ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളത് വേറെ തന്നെ. കാരണം കുട്ടികളാകുമ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അവർക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ വേറെ പാക്കറ്റിലാക്കിയിട്ട് തന്നെ വെച്ചു. പിന്നെ പെൻസിലും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ ഗിഫ്റ്റായിട്ട്, അതുപോലെ ക്രയോൺസും അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം മാറ്റി ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് നാട്ടിലെ എല്ലാ ദിവസവും രാവിലെ വിളിക്കും കേട്ടോ. അവളെ വീട്ടിൽ നിന്ന് ചേച്ചിമാരും മേമ്മമാരൊക്കെ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെ അവളെ വിഷ് ചെയ്യാൻ എല്ലാവരും വിളിച്ചു. ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഹോംവർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്കും വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തലേ ദിവസം അല്ലാണ്ട് ഓരോന്നും പുറത്ത് പോയായിരുന്നു നമ്മൾ ഓരോന്നും മേടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അത് ഞാനും നോക്കാൻ വിട്ടുപോയി. അങ്ങനെ രാവിലെ ഹോംവർക്ക് ചെയ്യാണ്. ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ, ഇടയ്ക്കൊക്കെയുള്ള പതിവാണ്. പിന്നെ ഞാൻ അവളോട് നോക്കാൻ പറയുമ്പോൾ അവൾ പറയും ഇന്ന് ഹോംവർക്ക് ഇല്ലമ്മേ എന്നൊക്കെ പറയും. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ചില സമയത്ത് അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് എഴുതലാണ്. പിന്നെ ഒക്കെ റെഡിയായി. പിന്നെ ഇപ്പോൾ കാണുന്ന ക്ലിപ്പ് തിരിച്ച് വൈകുന്നേരം എത്തിയപ്പോഴുള്ള ക്ലിപ്പാണ് കേട്ടോ. ബലൂണ് അപ്പുറത്തെ അവളുടെ ഫ്രണ്ടിന് കൊടുത്തതാണ് ബലൂണ്. അപ്പം അങ്ങനെ അവൾ അത് വെച്ച് കളിക്കുകയാണ്. പിന്നെ പിറന്നാളായിട്ടൊരു പായസം വെക്കാതെ എങ്ങനെയല്ലേ. അപ്പോൾ ഇന്ന് പായസം ആക്കിയിട്ടുണ്ടായിരുന്നു. അധികം പാലടയൊക്കെയാണ് ആക്കാറ്, പക്ഷേ ഇന്ന് സേമിയയാണ് ആക്കിയത്. എനിക്ക് ഈ വൈറ്റ് കളറുള്ള എല്ലാ പായസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലട ആയാലും സേമിയ ആയാലും അരിപ്പായസം അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അല്ലാതുള്ള പായസം അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ അവൾക്കും പായസം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൾ സേമിയ പായസം കുടിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കുടിച്ചേക്കാമെന്ന്. ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ പായസം ഇന്നത്തെ ദിവസം പായസം കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴല്ലേ എൻ്റെ മോളുടെ പിറന്നാളായിട്ട്. പിറന്ന നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാൾ നോക്കി കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയുക. അല്ല, ബർത്ത് ഡേറ്റ്. നമ്മൾ ഡേറ്റ് നോക്കിയിട്ടാണല്ലോ അധികം കഴിക്കുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചിലർ ആ നക്ഷത്രം വരുമ്പം സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ചിലർ ഡേറ്റ് നോക്കിയിട്ട്, നമ്മളധികം ഡേറ്റ് നോക്കിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇത് അവളുടെ നിത്യ ആൻറ്റി മർമേഡിൻ്റെ ഡ്രസ്സുമാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. റെഡിയാക്കി നിർത്തിയതാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ടാണ് കേട്ടോ ധ്വനിമോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു സർപ്രൈസായിപ്പോയി. അങ്ങനെ അവൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്ന്. അങ്ങനെ നമ്മൾ മേടിച്ച രണ്ടാമത് ഇട്ട ഡ്രസ്സ് നമ്മൾ പിന്നെ 2 ദിവസം മുന്നേ പോയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതും ഇട്ട് എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്യാണ്.
എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഗിഫ്റ്റൊക്കെ പൊളിച്ചു നോക്കേണ്ട തിരക്കിലാണ്. ധനുമോള് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ആദ്യം തന്നെ പൊളിച്ചു നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് എന്താണെന്നൊക്കെ നോക്കി രണ്ടാളും കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. രണ്ടാളും ഭയങ്കര ആവേശത്തിലാണ് ഇത് ഗിഫ്റ്റ് പൊളിക്കേണ്ടത്. അങ്ങനെ എല്ലാം നോക്കുകയാണ് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് അവളുടെ നീതു ആൻറ്റി സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയിട്ട് അതായത് ബർത്ത്ഡേൻ്റെയും 3-4 ദിവസം മുന്നേ കിട്ടിയതായിരുന്നു. പക്ഷെ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഒരു കീബോർഡ്. അപ്പോൾ അവൾക്ക് അത് ഭയങ്കര സർപ്രൈസായി. അവൾ വേറെ ഒരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ സുഷി ബോളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവൾക്ക് മുന്നേ കിട്ടിയിട്ട് അത് കൊടുത്തായിരുന്നു. ഇത് നമ്മൾ കാണിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചു കൊടുത്തത് കിക്ക് സ്കൂട്ടർ അങ്ങനെയല്ലേ പറയുക, അതാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. അങ്ങനെ പിന്നെ ഒരാവേശമായിരുന്നു, എന്തൊക്കെയാണ് ഞെക്കേണ്ടത് ഇതിൽ വെച്ച് കുറേ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ ധോനി കൊണ്ടുവന്ന ഗിഫ്റ്റിൽ രണ്ടാളും കളിക്കലാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും നല്ല കളിയിലാണ്, നിന്ന് തരുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓടി എടുത്തതാണ് ഓരോ വീഡിയോ ക്ലിപ്സും. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായി കളിച്ചു. പിന്നെ അവർ തിരിച്ചു പോകുന്ന കേട്ടോ. അപ്പം കുറച്ച് മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അവൾ തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു, അത് അവളുടെ ഫേസ് കണ്ടാൽ തിരിയും. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ കിട്ടിയ ഗിഫ്റ്റൊക്കെ വെച്ച് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാട്ടോ. പിന്നെ അവൾ അതും വെച്ച് ഓരോ കളിയായി. നമ്മൾ കൊടുത്ത സാധനം ഉണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ, ആ സൈഡിൽ വെച്ചത്. അതിനങ്ങനെയല്ലേ പറയുക, കിക്ക് സ്കൂട്ടർ എന്നല്ലേ പറയുക. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ, ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നേ. പിന്നെ പുറത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അപ്പോൾ അങ്ങനെ അവൾ നിന്നിരുന്നില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ വെക്കാൻ മറന്നുപോയി ബർത്ത്ഡേ കേക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കയ്യിൽ പിടിച്ച് നിന്നു ഒരു ഫോട്ടോ എടുക്കാമെന്ന്, അങ്ങനെ നിർത്തിയതാട്ടോ. അങ്ങനെ ബർത്ത്ഡേ എല്ലാം നന്നായിട്ട് ആഘോഷിച്ചു. അവളുടെ ഫ്രണ്ടും കൂടി ഉള്ളത് കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി നെക്സ്റ്റ് ഇയർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ ഇവിടുത്തെ ലാസ്റ്റ് സെലിബ്രേഷനാണ് കേട്ടോ.